ഇന്ന് പറയാൻ പോകുന്ന കഥ സാളഗ്രാമത്തിൻ്റെ പറ്റിയിട്ടാണ്. ഒരു ഇരുമ്പ് പണിക്കാരൻ്റെ കയ്യിൽ സാളഗ്രാമം കിട്ടുകയാണ്. അദ്ദേഹം ഇങ്ങനെ എപ്പോഴും കൃഷ്ണഭക്തനായിരുന്നു. ഭാര്യ അതങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹം എന്താ ചെയ്യാന്ന് വെച്ചാൽ സാളഗ്രാമത്തുമ്മ ഇട്ട് കത്തിയിട്ടിട്ട് ഉരയ്ക്കുക, വെട്ടോത്തി ഇട്ട് ഉരയ്ക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു അങ്ങോട്ട് അറിയില്ല അത് സാളഗ്രാമാന്ന്. ഒരു ദിവസം ബ്രാഹ്മണൻ വന്ന് നോക്കുമ്പോൾ ഇതാ കാണുന്നു ഇത് ഇട്ടിട്ട് ഉരയ്ക്കാണ് സാളഗ്രാമൻ്റെ. അപ്പം അങ്ങോട്ട് അറിയാത്ത പോലെ ഇത് എന്താ ഇത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊരു ഇരുമ്പ് കഷ്ണമാണെന്നേ, എനിക്ക് തരുമോ ആ ഇരുമ്പ് കഷ്ണം എന്ന് ചോദിക്കണം. അപ്പോൾ പിന്നെന്താ ഇരുമ്പ് കഷ്ണം തരാമല്ലോ. അങ്ങനെ അത് കൊടുത്ത് വീട്ടിൽ കൊണ്ടുപോയി ഇങ്ങനെ പാലൊഴിച്ചു, എണ്ണ ഒഴിച്ചു, നെയ്യൊഴിച്ചു, അങ്ങനെ പൂജിച്ചുകൊണ്ടിരിക്കണം ബ്രാഹ്മണനാണെങ്കിൽ ഭയങ്കര നശിപ്പ്, എന്നും തീരെ ഗതിയില്ലാണ്ടായി. അപ്പോൾ സ്വപ്നം കാണിക്കും, ഞാൻ ഒരു സ്ഥലത്ത് ചെന്നിരുന്നു, നീ എന്തിനാണ് എന്നെ എടുത്തുകൊണ്ടുവന്നത്, എനിക്ക് അവൻ്റെ എല്ലാ ഇരുമ്പുകൊണ്ടുള്ള ഇത് കിട്ടിയാൽ മാത്രമേ എനിക്ക് സന്തോഷമുള്ളൂ, അല്ലാണ്ട് നീ എന്നെ എത്ര പൂജിച്ചാലും നീ നശിക്കുള്ളൂ എന്ന് ബ്രാഹ്മണനോട് ഇങ്ങനെ പറയണം കേട്ടോ. അങ്ങനെ പറയുമ്പോൾ ബ്രാഹ്മണൻ വേഗം കൊണ്ടു കൊടുക്കും ഈ ഇരുമ്പ് പണിക്കാരൻ്റെ കയ്യിൽ. അങ്ങനെ കൊണ്ടു കൊടുത്ത് അങ്ങനെ അദ്ദേഹം ഇതിനോട് പറയും, ഇത് കൃഷ്ണനാണ്, നീ പൂജിച്ചോളോ നല്ലോണം. അങ്ങനെ അവർക്ക് സന്തോഷമായി, ഭഗവാന്റെ മേത്താണല്ലോ ഞാനിത് ഉരച്ചോടെന്ന് പറഞ്ഞിട്ട് കുറേ കരയും. അപ്പോൾ പറയും, വിഷമമൊന്നുമില്ല ഭഗവാന്, അതുകൊണ്ട് നീ പൂജിച്ചാൽ മതി, നിനക്ക് നന്നാവും. അങ്ങനെ ആ കരുവാനെന്ന് പറഞ്ഞാൽ ഇരുമ്പ് പണിക്കാരനെ അദ്ദേഹം ഉയർത്തി കൊണ്ടുവരികയാണ് സാളഗ്രാമം. അതാണ് കഥ. എല്ലാവരും ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക്